കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അത് ഈ ഘട്ടത്തിൽ തീർത്തും അപ്രത്യക്ഷമായി. ഈ സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ടായിരുന്നു. അവരും നിശബ്ദരായി. ലോക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ നമുക്കായി. UDF സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ടെങ്കിലും പദ്ധതിയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി 100% കാര്യങ്ങളും നടന്നത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലം മുതൽക്കാണ്. UDF സർക്കാരിൻ്റെ കടുത്ത അലംഭാവം കാരണം വഴിമുട്ടി നിന്നിരുന്ന ഒട്ടേറെ പദ്ധതികളുണ്ടായി. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ദേശീയപാത വികസനം. ആ ദേശീയപാത വികസനം LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത്. സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ കേരളത്തിൽ ദേശീയപാത വികസനം നടക്കില്ല എന്ന ധാരണയോടെ ദേശീയപാത അതോറിറ്റി തന്നെ കേരളത്തിൽ ഓഫീസ് അടച്ച് സ്ഥലം വിടുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതിന് ശ്രമിച്ചപ്പോഴാണ് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നിബന്ധന നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലയുണ്ടായി. അതിനെ തുടർന്ന് സ്ഥലമേറ്റെടുപ്പിനായുള്ള തുകയുടെ 25% 5600 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതായി വന്നു. ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തി സ്ഥലമേറ്റെടുക്കാനും കേരളത്തിൻ്റെ ദീർഘകാല സ്വപ്നമായ ഹൈവേ വികസനം യാഥാർത്ഥ്യമാക്കാനും നമുക്ക് കഴിയും. ഇഴഞ്ഞു നീങ്ങിയ കൊച്ചി മെട്രോ റെയിലും കണ്ണൂർ വിമാനത്താവളവും പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. അസാധ്യമെന്ന് പലരും വെല്ലുവിളിച്ച UDF സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ ജനങ്ങളുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ച് ആ പദ്ധതിയും പൂർത്തീകരിച്ചു. അതുപോലെ കേരളത്തിൻ്റെ വൈദ്യുതി പ്രസരണ വിതരണ രംഗത്തും കാർഷിക വ്യാവസായിക രംഗത്തും വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ ഇടമൺ കൊച്ചി പവർ ഹൈവേയും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വീണ്ടെടുത്ത് സർക്കാർ പൂർത്തീകരിച്ചു. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി, IT കോറിഡോർ, പുതുവൈപ്പിൻ LPG ടെർമിനൽ, മലയോര ഹൈവേ, കോസ്റ്റൽ ഹൈവേ, വയനാട് തുരങ്കപാത, K4, കൊച്ചി വാട്ടർ മെട്രോ, പശ്ചിമതീര കനാൽ വികസന പദ്ധതി, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി വൻ പദ്ധതികൾ, ചിലത് യാഥാർത്ഥ്യമായി, ചില നല്ല പുരോഗതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സുതാര്യമായി നിയമനം നടത്തുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള
രാജ്യത്തെ ആകെ നിയമനങ്ങളിൽ 42% കേരളത്തിൽ നിന്നാണെന്ന് UPSC റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2016 മുതൽ ഇന്ന് വരെ കേരളത്തിലെ 2,80,934 ഉദ്യോഗാർത്ഥികൾക്ക് PSC വഴി നിയമനം നൽകിയിട്ടുണ്ട്.